നമസ്കാരം പ്രിയപ്പെട്ടവരെ. എൻട്രൻസ് പരീക്ഷകളെന്ന് കേൾക്കുമ്പോൾ പൊതുവെ സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നവർക്കാണ് എൻട്രൻസ് പരീക്ഷകളെന്നാണ് ഒരു ധാരണ. പക്ഷേ +2 ഏത് സ്ട്രീം എടുത്താലും എഴുതാൻ പറ്റുന്ന 9ഓളം എൻട്രൻസ് പരീക്ഷകളുണ്ട്. ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അതായത് ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, നിങ്ങൾ ഡിസൈൻ എന്ന് വിചാരിക്കുമ്പോൾ പലരും ഫാഷൻ ഡിസൈൻ, അതായത് തുണി ഡിസൈൻ ചെയ്യുന്നതാണ് എന്നുള്ളത് ചിന്തിക്കാൻ പാടില്ല. NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ BDES കോഴ്സുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് 4 വർഷത്തെ. അത് പലപ്പോഴും ഇപ്പോൾ കാർ ഡിസൈൻ ചെയ്യുന്നത്, കമ്പ്യൂട്ടറുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടികളൊക്കെ, അങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിലേക്കുള്ള ഒരു വാതിലാണ് ഈ കോഴ്സ്. അപ്പോൾ ഇതിലൊക്കെ താല്പര്യമുള്ള, അതായത് ഇതൊന്നും നമുക്ക് ഇതായിട്ട് കിട്ടുന്ന കുട്ടികളുണ്ടല്ലോ, നല്ല കഴിവുള്ള സർഗാത്മകതയുള്ള കുട്ടികൾക്ക് പറ്റിയ കോഴ്സാണ്. അപ്പോൾ അങ്ങനെ അതിൽ താല്പര്യമുള്ള കുട്ടികൾ ഇതിൻ്റെ എൻട്രൻസിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ NID ഇല്ല, പക്ഷേ ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അപേക്ഷിക്കുക. 2-3 വർഷം മുമ്പ് NID ഡിസൈനിൽ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് വന്നതൊരു മലയാളി കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി +2 ശേഷം 1 വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണ് അതിൽ ഇത് കിട്ടിയത്. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് കഴിവുണ്ട്. NIDയിലൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ 1 വർഷമൊക്കെ ശ്രമിച്ച് നോക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ NIFT ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അതിൽ ഈ വസ്ത്ര രംഗത്തെ ഡിസൈൻ ആണ് കൂടുതൽ വരുന്നത്. NIFT കണ്ണൂരിലുണ്ട്, കേരളത്തിലുണ്ട്. അപ്പം NIFTയുടെ എൻട്രൻസും +2 ഏത് സ്ട്രീം പഠിക്കുന്ന കുട്ടികൾക്കും എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള എൻട്രൻസ്, എയർഫോഴ്സിലും നേവിയിലും ചേരണമെങ്കിൽ +2 സയൻസ് പഠിച്ചിരിക്കണം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ടായിരിക്കണം. പക്ഷേ നിങ്ങൾക്ക് ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കൊമേഴ്സ് പഠിച്ചവർക്കും ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കുമൊക്കെ NDAയുടെ എൻട്രൻസിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ അപേക്ഷിക്കാൻ പറ്റുന്നത് NIDയുടെയും ക്ലാറ്റ്, അതായത് കോമൺ യൂണിവേഴ്സിറ്റി ലോ എൻട്രൻസ് ടെസ്റ്റ്. കേരളത്തിൽ കൊച്ചിയിൽ ന്യൂവാൻസിൽ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന് അപേക്ഷിക്കാൻ ഇപ്പോൾ സാധിക്കും. ഇപ്പോഴാണ് ഡിസംബറിലാണ് NIDയിലെ പരീക്ഷകൾ വരുന്നത്, ക്ലാറ്റിൻ്റെയൊക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിലെ ലോ കോളേജുകളിൽ, അതായത് കേരളത്തിലെ ലോ കോളേജുകൾ വളരെ ചിലവ് കുറഞ്ഞ് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ഒക്കെയുള്ള ഗവൺമെൻറ് ലോ കോളേജുകളിൽ പഠിക്കാൻ CLE എന്ന് പറയുന്ന എൻട്രൻസാണ് എഴുതേണ്ടത്. അത് കേരളത്തിലെ പ്രൈവറ്റ് ലോ കോളേജുകളിൽ പഠിക്കണമെങ്കിലും ഈ CLE എന്ന് പറയുന്ന എൻട്രൻസാണ് എഴുതേണ്ടത്. ഇപ്പോൾ ക്യുവറ്റ് എൻട്രൻസ് എല്ലാവർക്കും അറിയും. അത് സയൻസ് പഠിക്കാനും ആർട്സ് സബ്ജക്റ്റ് പഠിക്കാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും എഴുതാൻ സാധിക്കുന്ന എൻട്രൻസാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അതിൽ അമേഠിയിൽ ഇപ്പോൾ നിങ്ങൾ ചില കുട്ടികൾക്ക് വിമാനങ്ങളോടൊക്കെ നല്ല താല്പര്യമുണ്ട്, ഇപ്പോൾ പൈലറ്റ് ആകാൻ താല്പര്യമില്ല, പക്ഷേ അതുപോലെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അമേഠിയിൽ രാജീവ് ഗാന്ധി ഏവിയേഷൻ യൂണിവേഴ്സിറ്റിയിൽ BBA കോഴ്സിൽ നിങ്ങൾക്ക് ഈ ക്യുവറ്റ് സ്കോർ വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ കോഴിക്കോട് IIMൻ്റെ കൊച്ചി ക്യാമ്പസിലുള്ള BMS കോഴ്സിന് പഠിക്കാനും എൻട്രൻസ് ഉണ്ട്. അതും ഏത് +2 ഏത് സ്ട്രീം പഠിച്ചവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. ഈ എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും +2 പരീക്ഷ കഴിയട്ടെ, ഇപ്പം നീറ്റൊക്കെ അങ്ങനെയാണ്. പക്ഷേ അല്ലാത്ത പല എൻട്രൻസുകളും JEE പോലും ജനുവരിയിലൊക്കെ നടക്കും. അപ്പം അത് സയൻസുകാർക്കേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് ഇപ്പം നേരത്തെ തന്നെ ഇത് വരും. അപ്പോൾ ആ വിജ്ഞാപനമൊക്കെ വരുമ്പോൾ അത് ശ്രദ്ധിച്ച് അപേക്ഷിക്കാൻ കുട്ടികളും മാതാപിതാക്കളും ശ്രദ്ധിക്കണം. ഇനിയിപ്പം കേരളത്തിൽ തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ B.Ed പഠിക്കാൻ പറ്റും. അത് കോഴിക്കോട് NIT ക്യാമ്പസിലും ഉണ്ട്. കാസർഗോഡുള്ള പെരിയയിലുള്ള കേന്ദ്ര സർവകലാശാലയിലും അതിൻ്റെ എൻട്രൻസ് ഇപ്പം NITയിൽ BSc B.Ed ആണ്, അത് സയൻസ് പഠിച്ചവർക്കേ പറ്റൂ. പക്ഷേ കാസർഗോഡുള്ള കേന്ദ്ര സർവകലാശാലയിൽ നമുക്ക് BCom BA ഇൻ്റഗ്രേറ്റഡ് B.Ed കോഴ്സുകളുണ്ട്. അപ്പോൾ ഏത് സ്ട്രീം പഠിച്ച കുട്ടികൾക്കും അതിൻ്റെ എൻട്രൻസിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഹോട്ടൽ മാനേജ്മെൻറ്റിന് JEE ഉണ്ട്, നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് നടത്തുന്ന JEE എൻട്രൻസ് ഉണ്ട്. അതിൽ കോവളത്ത് ഡിഗ്രി കോഴ്സ് നമുക്ക് പഠിക്കാൻ സാധിക്കും. കോവളത്ത് ഡിഗ്രി, അത് ഇന്ത്യയിൽ തന്നെ 41ഓളം കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന 41 സ്ഥാപനങ്ങളിലേക്കും പിന്നെ 71ലേറെ പ്രൈവറ്റും സർക്കാർ സ്ഥാപനങ്ങളിലേക്കുമാണ് ഈ JEE ഹോട്ടൽ മാനേജ്മെൻറ്റ് രംഗത്തെ JEE എൻട്രൻസ് നടത്തുന്നത്. ഇത് +2 ഏത് സ്ട്രീം പഠിച്ചവർക്കും അപേക്ഷിക്കാൻ സാധിക്കും.
പിന്നെ ഈ മാനേജ്മെൻറ്റ് കോഴ്സ് ഇപ്പം IIMകൾ കോഴിക്കോട് IIM വാഗ്ദാനം ചെയ്യുന്നില്ല, മറ്റ് റോഹ്തക്ക്, ബുദ്ധഗയയിലൊക്കെയുള്ള IIMകൾ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് IPM, അതായത് 5 വർഷം കൊണ്ട് നമ്മൾ BBA MBA പഠിച്ചിട്ട് പുറത്തിറങ്ങാൻ സാധിക്കും. അതിൻ്റെ എൻട്രൻസ് +2 ഏത് സ്ട്രീം പഠിക്കുന്ന കുട്ടികൾക്കും എഴുതാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിരവധിയായ ഇപ്പം ബോംബെ IITകളിൽ നിങ്ങൾക്ക് ഡിസൈൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ UCED എന്ന് പറയുന്ന എൻട്രൻസ് ഉണ്ട്. അത് +2 ഏത് സ്ട്രീം പഠിച്ച കുട്ടികൾക്കും എഴുതാൻ സാധിക്കും. ഈ UCED എൻട്രൻസ് IITകൾ മാത്രമല്ല, ഇന്ത്യയിലെ പ്രമുഖമായ പല സ്വകാര്യ ഡിസൈൻ സ്ഥാപനങ്ങളും UCED എൻട്രൻസ് കുട്ടികളെ പ്രവേശിപ്പിക്കാൻ അവരനുവദിക്കുന്നുണ്ട്, UCED എൻട്രൻസിലെ പ്രകടനം വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ QET എഴുതാൻ പറ്റും, NIDയിലേക്ക് പോകാൻ പറ്റും, NIFTയുടെ എൻട്രൻസ് എഴുതാൻ സാധിക്കും, CLAT എഴുതാൻ സാധിക്കും, ഹോട്ടൽ മാനേജ്മെൻറ്റ് രംഗത്തെ എൻട്രൻസ്, അങ്ങനെ നിരവധിയായ എൻട്രൻസുകൾ +2 ഏത് സ്ട്രീം പഠിച്ച കുട്ടികൾക്കും എഴുതാൻ സാധിക്കും. ഓർക്കുക, നമ്മൾ പലപ്പോഴും ഈ +2 നല്ല മാർക്ക് കിട്ടണം, ആ ഒരു എൻട്രൻസ് പരീക്ഷകൾക്ക് പലരും വലിയ പ്രാധാന്യം കൊടുത്ത് കാണാറില്ല. അതായത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള എൻട്രൻസുകളിലും നിങ്ങൾ നന്നായി ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കാൻ സാധിക്കും. ഇപ്പം QET എൻട്രൻസ് വഴി ഇന്ത്യയിലെ മുൻനിര യൂണിവേഴ്സിറ്റികളിലൊക്കെ നമുക്ക് വിവിധങ്ങളായ പല കോഴ്സുകൾക്ക് ചേരാൻ സാധിക്കും. അപ്പോൾ അതിന് തയ്യാറെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. പെട്ടെന്ന് പോയി എഴുതിയാലൊന്നും കിട്ടത്തില്ല. അതിനുവേണ്ടി നിങ്ങൾ 1 വർഷമൊക്കെ, അതായത് നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുള്ള സ്ഥാപനമുണ്ട്, അല്ലെങ്കിൽ ഇന്ന കോഴ്സ് പഠിച്ചാൽ കൊള്ളാം, ഇപ്പോൾ NIFT NIDയിലൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ആത്മവിശ്വാസമുണ്ടെങ്കിൽ 1 വർഷം കളഞ്ഞും അതിനുവേണ്ടി ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ എൻട്രൻസ് പരീക്ഷകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മാതാപിതാക്കളും കുട്ടികളും ബോധവാന്മാരായിരിക്കണം. താങ്ക്